முடியா அந்த பிரச்சனை அது முடிஞ்சாச்சு. எல்லாருக்கும் நமஸ்காரம். எத்தனையோ படங்கள் வந்து எந்த படங்கா யூ கான்ட் ரீ-ரிலீஸ் them unless they are wholesome entertainers, family entertainers and they have values. ഈ പടത്തിൽ അഭിനയിച്ച എല്ലാവരും യു ഓൾ നോ യു ഹാവ് എൻജോയ്ഡ് ദിസ്. ആക്ച്വലായിട്ട് ഈ പറഞ്ഞത് ഈ പടം வந்து നിങ്ങളുടെ കുട്ടിക്കാലത്തെ ഓർമ്മകൾ വീണ്ടും உங்களுக்கு തിരഞ്ഞെടുക്കുകയാണ്. I mean that is the only reason for this film to be re-released now. I hope you will all enjoy. I hope the people who have seen and they have enjoyed and who have gone back and അപ്പോൾ കുട്ടിക്കാലമായിരുന്നതിൽ ഇപ്പോൾ വളർന്ന് I think പ്രായമുള്ള ആളായി കാണും. But the music never gets old. Okay, the music doesn't have an expiry date. Good music always stays. And thanks for enjoying my music and thanks for giving all your love to me. I love you all from the bottom of my heart. I love you very much. And I wish Devadudan who are performing now. Last time ഈ ദേവദൂതൻ പടത്തിന് റീ-റിലീസിന് വേണ്ടി ഞാൻ വന്നപ്പോഴാണ് ഇവർ ആദ്യം ഇവരോട് ഗ്രൂപ്പായിട്ട് തുടങ്ങി എന്തോ മഹാനുഭാവർ പെർഫോം ചെയ്തതിന് എൻ്റെ മുമ്പിൽ പെർഫോം ചെയ്തത് അതാണ് അവരുടെ തുടക്കമായിരുന്നു. സോ ഐ എം വെരി ഹാപ്പി ടു സീ ദം ഗ്രോ ആൻഡ് പ്ലീസ് അവർക്കൊക്കെ ഒരു നല്ല കൈയടി ആൻഡ് ലെറ്റ് us wish them all the very best in their careers. Thank you very much. മനസ്സ് ഇപ്പോൾ യങ്സ്റ്റേഴ്സിന്റെ മനസ്സാണ് ഇപ്പോൾ കണ്ടത്. മലയാളിയുടെ മനസ്സ് ഇത്ര എങ്ങനെയാണ് മനസ്സിലാക്കുന്നതെന്ന് എൻ്റെ ഒരു ആവർത്തിച്ചുള്ള ചോദ്യമുണ്ട്. ഇതൊരിക്കലും സാർ ഉത്തരം പറഞ്ഞിട്ടില്ല. ആ ഒരു ചോദ്യത്തിന് ആദ്യം ഒരു ഉത്തരം പറയും. ഉത്തരം ചോദ്യം അല്ല അല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഞാൻ അവരുടെ മനസ്സിൽ I didn't try to capture their hearts. They have captured my heart. അതൊക്കെ പക്ഷേ എത്രയോ ജന്മമായി എന്നുള്ളൊരു പാട്ട് ഞങ്ങളുടെ പാട്ടാണ്. എടുത്തോളൂ. അത് നിങ്ങളെ തന്നതല്ലേ, അത് എല്ലാവർക്കും വേണ്ടി ചെയ്തതല്ലേ. പക്ഷേ ആ പാട്ട് മലയാളിയുടെ മനസ്സറിഞ്ഞ് ഇതെങ്ങനെ ചെയ്തു എന്ന് ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്. പല പാട്ടും ചോദിച്ചു. നിങ്ങൾ ഈ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഈണങ്ങളും സംഗീതത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ ചോദ്യങ്ങളും കേൾക്കേണ്ടത് എന്നോടല്ല, അങ്ങനെ ഒന്ന് നോക്കിയിട്ട് കേൾക്കണം. അതിന്റെ ഉത്തരം കിട്ടിയാൽ 2 പ്രാവശ്യം സാറിന്റെ ആവർത്തിച്ച് ചോദിച്ച് പരാജയപ്പെട്ട ഒരാളാണ്. 2 ഇന്റർവ്യൂവിൽ ഞാൻ ചോദിച്ചു, ഈ ചോദ്യം ചോദിച്ചു, ഇതെങ്ങനെ ഞങ്ങളുടെ മനസ്സ് പഠിക്കണമെന്ന് ചോദിച്ചു. സാറ് പറഞ്ഞിട്ട് അല്ല, ഞാൻ അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ചെയ്യാൻ കഴിയുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞതും എനിക്ക് പിടിച്ചതുമാണ്. ഞാൻ സ്നേഹിക്കുന്നതും ഒത്തിരി പ്രേമിക്കുന്നതും അതാണ് ശൈലി, എൻ്റെ ഈണങ്ങൾ. പിന്നെ എനിക്ക് എന്ത് പിടിക്കുമോ അതാണ് മലയാളികൾക്കും പിടിച്ചത്. ഈ സമ്മതിന്റെ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. ഇപ്പൊ ചൂളമടിച്ചു ചിത്ര ചേച്ചി കൊണ്ട് പാടിപ്പിച്ചപ്പോൾ എത്രയോ ജന്മമായി സുജാത ചേച്ചി കൊണ്ടാണ് പാടിപ്പിച്ചത്. ഞങ്ങൾ വിചാരിച്ചിരുന്നത് അങ്ങനെയല്ല. പക്ഷെ 2 സൂപ്പർ ഹിറ്റ് പാട്ടുകളാണ്. ഇതെങ്ങനെയാ സാറ് ഇതെങ്ങനെ തീരുമാനം എടുക്കുന്നത്? ഇല്ല, നിങ്ങൾ വിചാരിച്ചതുപോലെ ഞാൻ തീരുമാനം എടുത്തിട്ടില്ല. അതാണ് താങ്ക് യു സർ. Very famous song from Summer Entertainment.